പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ അക്രമം. യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ടയിലെ ദേവസ്വം ബോർഡ് ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സുജി ടി ബാബു ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. സുജു, യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് എങ്ങോട്ടേക്കാണ്, എന്താണ് വിശദാംശങ്ങൾ? മാർച്ച് കഴിഞ്ഞ് ഉദ്ഘാടനം സമീപകാലത്ത് BJP-യിൽ നിന്ന് യൂത്ത് കോൺഗ്രസിലേക്ക് എത്തിയ അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യരാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്ത. അതിനുശേഷം പോലീസ് തീർത്ത ബാരിക്കേഡുകൾ ഒന്നൊന്നായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിച്ചു മാറ്റുകയും പിന്നീട് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിൽ, അതായത് ശബരിമലയുടെ എക്സിക്യൂട്ടീവ് ഓഫീസ് പത്തനംതിട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മണ്ഡല ശബരിമല നട തുറക്കുമ്പോൾ മാത്രമാണ് എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ പ്രവർത്തനം ശബരിമലയിൽ ഉണ്ടാകുക. അതിനുശേഷം പ്രവർത്തിക്കുക പത്തനംതിട്ടയിലാണ് എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ കാര്യാലയം. ഇതിലേക്ക് ആ കോമ്പൗണ്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് അടിച്ചു മാറ്റിയ ശേഷം പ്രവേശിക്കുകയും എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ ബോർഡുകൾ തല്ലി നശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് പോലീസ് ജീപ്പിൽ അറസ്റ്റ് ചെയ്തിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരിക്കുന്ന ജിയോ ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബലം പ്രയോഗിച്ചോ വലിച്ച് റോഡിലേക്ക് ഇറക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് പോലീസ് ജീപ്പിനെ മുമ്പോട്ട് നീങ്ങാൻ അനുവദിക്കാത്ത തരത്തിലുള്ള അക്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അഴിച്ചുവിടുന്നത്. സമാധാനപരമായി അവസാനിക്കേണ്ട ഒരു സമരമായിരുന്നു. പോലീസ് വളരെ സമയം പാലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പോലീസുമായി ഉന്തും തൊള്ളും സമരമൊക്കെ തന്നെ തുടരുകയാണ് ഈ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ കാര്യാലയത്തിന് മുമ്പിൽ. എന്നാൽ തീർത്തും അക്രമാസക്തമായ സമരത്തിലേക്കാണ് കാര്യങ്ങൾ നടത്തുന്ന. ഈ കാര്യത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന സമരം, അതായത് ദേവസ്വം ഓഫീസിന്റെ തന്നെ കാര്യങ്ങൾ നശിപ്പിക്കുന്ന തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവർ മാധ്യമങ്ങളെ കാണാൻ ശ്രമിക്കുകയാണ്. അവർ അതായത് പോലീസ് ഇവരെ മർദ്ദിച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ സമരം നടത്തുന്നത്. സഞ്ജീവിനെ മർദ്ദിച്ചു എന്നൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഒരു സമരം ഉദ്ഘാടനത്തിന് ശേഷം അവസാനിച്ച് പിരിഞ്ഞു പോകേണ്ട സാഹചര്യത്തിൽ നിന്ന് ബാരിക്കേഡുകൾ പോലീസ് തീർത്തത് ആ കയറുകൾ അഴിച്ചു മാറ്റിയാണ് ഈ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസിന്റെ കാര്യാലയത്തിലേക്ക് ഈ പ്രവർത്തകർ ഓടിക്കയറുകയും പിന്നീട് ഇവിടെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുമായിരുന്നു. ഇതിൽ നമുക്ക് ദൃശ്യങ്ങളൊക്കെ വ്യക്തവുമാണ്. ഇപ്പോഴും ഇവരുടെ പ്രതിഷേധം തുടരുകയാണ് സമീ. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് സമീ. സുജു, ഇവരുടെ ആവശ്യം എന്താണ്? ഇപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടുന്നു, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു, അത് അന്വേഷണം നടത്തുകയാണ്, ആ അന്വേഷണം പുരോഗമിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവരുടെ ആവശ്യം യൂത്ത് കോൺഗ്രസിന്റെ? യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യങ്ങളെ പറ്റി സത്യത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് സംസാരിക്കുമ്പോൾ അവർക്ക് അറസ്റ്റ് അല്ലെങ്കിൽ ഈ കാര്യത്തിൽ നടപടി വേണമെന്നൊക്കെ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അത്തരം മാർച്ചുകൾ ജനാധിപത്യമായി നടത്താവുന്നതാണ്. പക്ഷെ അത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് നടത്തുന്ന സമരങ്ങളെ അക്രമാസക്തമാക്കാൻ, ഇതൊരു സുവർണാവസരമാക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നതായി തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കും. സന്ദീപ് വാര്യർ തന്നെയാണ് ഈ അക്രമ സമരത്തിന് അല്ലെങ്കിൽ ഈ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ വേണ്ടി ഇവിടെ നേതൃത്വം നൽകുന്നത്. സന്ദീപ് വാര്യർ തുടരുകയാണ്. നമുക്കറിയാം, ശബരിമല സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്ന ഘട്ടത്തിൽ സന്ദീപ് വാര്യർ എടുത്ത നിലപാടുകൾ അറിയാം. അത് സമാനമായ തരത്തിൽ തന്നെ ഈ പ്രാവശ്യവും അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയം ഉണ്ടാകുമ്പോഴും അതിൽ മുതലെടുപ്പ് നടത്താനാണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് നീക്കങ്ങൾ നടക്കുന്നത്. എന്തായാലും സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇവിടെ തുടരുകയാണ്. അവർ പോലീസുമായി ഉന്തും തള്ളിൽ ഏർപ്പെട്ടു. ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് ഷമി. പത്തനംതിട്ടയിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സമാധാനപരമായി പിരിയേണ്ട സമയത്ത് പ്രവർത്തകർ അക്രമാസക്തരായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തരുടെ ഈ പ്രതിഷേധത്തെ, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ സുജുവാണ് വിശദാംശങ്ങൾ നൽകിയത്.